ഹൈ ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആക്റ്റീവ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് ടൈറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് എൻ്റെ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള ടെക്കിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവർക്കും സ്കൂട്ടറിൻ്റെ ബ്രേക്കുകൾ ടൈറ്റ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഉണ്ടോ. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് തീരെയില്ല പറഞ്ഞാൽ ഒട്ടുമില്ല കേട്ടോ. നോക്കിയോളൂ, ഇതാണ് കണ്ടീഷൻ. ഇത് ബാക്ക് ബ്രേക്ക് കേട്ടോ. ഇത് വന്നിട്ട് ഫ്രണ്ട് ബ്രേക്ക് തീരെയില്ല. ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് സിമ്പിളായിട്ടാണ്. ഇത് ചിലർക്ക് ഇത് അറിയത്തതേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്ക് ആദ്യം വേണ്ടത് സെൻറ്റർ സ്റ്റാൻഡ് ഇടുക. ഇതേമാതിരി ഒരു സ്ക്രൂ ഡ്രൈവർ ഫ്രണ്ട്സ്, ഇതേമാതിരി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഇത് ഈ ഹോള് ഈ നോബുണ്ട്. ഈ നോബിൻ്റെ ഉള്ളിലായിട്ട് അവിടെ ഒരു ഹോൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞതാ ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ നോക്കുക, ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ടൈറ്റ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്പാനറൊന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് പിടിച്ച് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടറിയാം. ചെയ്ത് കൊടുക്കണം. ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നിട്ട് ലൂസും ഉള്ളിലോട്ട് ടൈറ്റും. നമുക്കിനി ഈ ബാക്ക് ബ്രേക്ക് എത്രത്തോളം ടൈറ്റ് ആയിട്ട് ഫ്രണ്ടിൽ പോയി ചെക്ക് നോക്കിക്കോളൂ. നമ്മൾ അപ്പോഴത്തെ ലൂസും ഇപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ആണ് ഏകദേശം ഇത്ര ടൈറ്റ് ആയിട്ട് കേട്ടോ. ഇത് ഞാൻ ഫുള്ളായി അമർത്തി പിടിക്കുന്നു, പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇത്ര ടൈറ്റ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട് കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാം. വാ, നമ്മൾ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണോ, നമ്മൾ ആദ്യം വന്നിട്ട് ടൈറ്റ് ചെയ്യണ മുമ്പായിട്ട് ഇത് ഏകദേശം ഇവിടെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രത്തോളം നമ്മൾ ടൈറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയും ടൈറ്റ് ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മൾ ചെക്ക് ചെയ്തതിനേക്കാളും ചെക്ക് ചെയ്ത് നോക്കിയില്ല, ഫസ്റ്റ് ടൈം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയില്ല. അതിനേക്കാളും ഇപ്പോൾ ഏകദേശം ഫുൾ ടൈറ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം നല്ല ഫുൾ ബ്രേക്ക് ആയിട്ട്. ഇനി ഇതിന് കൂടുതൽ മുറുക്കി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഫുൾ ടൈറ്റ് ആയിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് തിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത് കുറച്ച് നേരം ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഡ്രൈ ആണ്, നല്ല ടൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലെയർ ഒന്ന് യൂസ് ചെയ്യാം. ഫ്രണ്ട് ടൈറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇതാ ഉള്ളിലോട്ടൊന്ന്. ഇപ്പം അത്രയ്ക്ക് ടൈറ്റ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മളിത് കണ്ടോ, ഇതായിരുന്നു നമ്മുടെ പഴയത്. നമ്മൾ ഏകദേശം കുറച്ചും കൂടി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിന് കണ്ടീഷൻ ഉണ്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യ സമയത്ത് പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ കണ്ടോ ടൈറ്റ് കണ്ടോ, ഇത് പോരെ, ഇതാ പക്ക ടൈറ്റ് കേട്ടോ. ഇനി ഇതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതായത് ഫ്രണ്ടും നമ്മൾ ബാക്കും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.